ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് പുതിയ ഒരു പ്രതിഭാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ 3-4 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. രാജ്യത്ത് ജെൻസി ബാച്ചിൻ്റെ പുതിയൊരു റവല്യൂഷൻ, ഒരു വിപ്ലവം നടക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു പാർട്ടി, നിസ്റ്റ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം, ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എക്സിലുമൊക്കെ തന്നെ അത് തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അതിനെ കില്ല് ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നിസ്റ്റ അക്കൗണ്ട് പൂട്ടിച്ചു, പകരം വേറെ അക്കൗണ്ട് തുറന്നു. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 1.5 കോടി ആളുകൾ ആ പാർട്ടി ചേർന്നു എന്നുള്ളതാണ്. 2 MP ഉൾപ്പെടെ കൂടുതൽ ആളുകൾ ദിവസവും, ഒരു നിമിഷം പ്രതി തന്നെ 10,000-കണക്കിന് ആളുകൾ അതിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പുതിയ പ്രതിഭാസമാണ്. ആ പ്രതിഭാസം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കാണുന്നതാണ്. ഒരു മുല്ലപ്പൂ വിപ്ലവം സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ വലുതായി വന്നുകൊണ്ടിരുന്ന കാലത്ത് തന്നെ മുല്ലപ്പൂ വിപ്ലവം ലോകത്ത് നടക്കുന്ന, ഈജിപ്തിലും മറ്റും നടക്കുന്ന നമ്മൾ കണ്ടു. തുടർന്ന് പല രാജ്യങ്ങളിലും പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ വിപ്ലവം ഉണ്ടാക്കുകയും അവർ ഭരണം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രതിഭാസം നമ്മൾ കണ്ടു. നേപ്പാളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിൽ അതിൻ്റെ റവല്യൂഷൻ്റെ മറ്റൊരു മുഖം നമ്മൾ കണ്ടതാണ്. അപ്പം ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ വസ്തുതകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാനാവില്ല. ആ വസ്തുതകൾ ചർച്ച ചെയ്യാൻ എന്നോടൊപ്പം ഉള്ളത് ശ്രീ പി അനിലാണ്. അദ്ദേഹമാണ് ആദ്യം ഈ വീഡിയോ വളരെ 2-ാം ദിവസം തന്നെ, ഈ പാർട്ടി ഉണ്ടായി 2-ാം ദിവസം തന്നെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. എന്താണ് ശ്രീ പി അനിൽ, ഇത് ഈ പ്രതിഭാസത്തിൻ്റെ ഒരു കാരണം എന്താണ്? സ്വാഭാവികമായി ഇന്ത്യയിലെ പുതിയ തലമുറ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ പോലെയുള്ള വലിയ ഗൗരവതരമായ പ്രശ്നം വേണ്ട വിധത്തിൽ സംബോധന ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുകയും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് നടത്തിയ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് ആ ചെറുപ്പക്കാരെ ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള ചില സൂചനകൾ നൽകി എന്നതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ഇത് പറയുമ്പോൾ ഇത് തുടങ്ങി വെച്ച മെയ് 16 വേറെ ചരിത്രപരമായ ചില പ്രാധാന്യം കൂടിയുണ്ട്. അതിലൊന്ന്, BJPയുടെ ആദ്യ മന്ത്രിസഭ, AB വാജ്പേയിയുടെ 13 ദിവസത്തെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് ദിനം മെയ് 16. 2014 NDA സഖ്യത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം ലോകം അറിയുന്നത് മെയ് 16. ഒപ്പം ഇതിൻ്റെ പേര് CJP എന്നും ഒരു പാരഡി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, അന്താരാഷ്ട്ര തലത്തിൽ ഗാർഡിയൻ പോലുള്ള പത്രങ്ങൾ അതിന്റെ അവർ പാരഡി പാർട്ടി എന്നുള്ളതാണ്. പാരഡി പാർട്ടി അത് BJP, CJP എന്ന് പറയുമ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായ പ്രകടനത്തിന് അപ്പുറത്തേക്ക് ഈ വിഷയം നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ചെയ്തികൾക്കെതിരെയുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ പ്രതിഷേധം ശക്തമായി ഉയർന്നു വരുന്നു. ഈ പ്രതിഷേധം ഉയർത്തുന്ന അവരുടെ മുദ്രാവാക്യങ്ങൾ ഇതിനെ ഒരുപക്ഷെ ആദ്യത്തെ ഒന്ന് തന്നെ എന്താണ്, ഈ ചീഫ് ജസ്റ്റിസുമാരോ ഹൈക്കോടതി ജഡ്ജിമാരോ ആരെങ്കിലും പിന്നീട് രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ, രാജ്യസഭയ്ക്ക് വരാൻ ശ്രമിച്ചാൽ ഞങ്ങളെ തടയും എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഭരണത്തിൽ വന്ന ഈ ആദ്യം കട്ട് ചെയ്യുന്നത് ഈ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരുന്നു കൊണ്ട് അതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിന്റെ ഇത് മനസ്സിലാക്കാതെ പിൽക്കാലത്ത് നേടാൻ പോകുന്ന സീറ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു അത് ജുഡീഷ്യറിയെ കാര്യമായി ബാധിച്ചിട്ടുള്ള നിരവധി തെളിവുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അല്ലേ? അപ്പം ജുഡീഷ്യറിയും സ്റ്റേറ്റും എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാരും സ്വാഭാവികമായി എക്സിക്യൂട്ടീവും ചേർന്ന് നടത്തുന്ന അനാരോഗ്യകരമായ ഇടപെടലുകളാണ് ഇന്നത്തെ ഇന്ത്യൻ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു പോയിന്റ്, ഇവരുടെ 5ാമത്തെ മുദ്രാവാക്യം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MPയോ MLAയോ രാഷ്ട്രീയ പാർട്ടി ഉപേക്ഷിച്ചാൽ അടുത്ത 20 വർഷത്തേക്കിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ MLAയോ MPയോ ആയോ മത്സരിച്ച് ജയിച്ചു വരാൻ പാടില്ല. എത്ര ആരോഗ്യകരമായ ഒരു മുദ്രാവാക്യമാണ്. കൂറുമാറ്റം, വാസ്തവത്തിൽ കൂറുമാറ്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാർട്ടി മാറുന്നത്, ഉടുപ്പ് മാറുന്നത് പോലെ പാർട്ടി മാറുക എന്ന് പറയുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉളുപ്പില്ലാതെയാണ് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക്. അപ്പം പാർട്ടിയുടെ അടിസ്ഥാനപരമായ നയങ്ങളോ പാർട്ടിയുടെ പ്രകടന പത്രികകളോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകളോ ഒക്കെ തന്നെ ഒരു സുപ്രഭാതത്തിൽ എടുത്ത് എറിഞ്ഞുകൊണ്ടാണ് വേറെ പാർട്ടിയിലേക്ക്. അതൊരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു നല്ലൊരു ഐക്യമാണ്. സാമൂഹ്യ യാഥാർത്ഥ്യത്തെ അവർ വളരെ കൃത്യമായി സംബോധന ചെയ്യുന്നുണ്ട് ഈ മുദ്രാവാക്യങ്ങളിലൂടെ. നോക്കൂ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വശത്ത് നമ്മൾ പറയുന്നു രാജ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു, പ്രധാനമന്ത്രി യൂറോപ്പിലൊക്കെ പോയി സന്ദർശനം നടത്തുന്നു, അവിടെ മുട്ടായി വിതരണം നടത്തുന്നു. പക്ഷേ ഇന്ത്യൻ യാഥാർത്ഥ്യം അങ്ങനെയല്ല. നമുക്കറിയാം, രൂപയുടെ വില നിരന്തരമായി ഇടിയുന്നു,
ക്രൂഡ് ഓയിലിൻ്റെ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഏറ്റവും അവസാനം അതെ, പശ്ചിമേഷ്യയിലുണ്ടായ പുതിയ സംഭവ വികാസങ്ങൾ വളരെ നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് അരുന്ധതി റോയിയെ പോലുള്ളവർ നേരത്തെ തന്നെ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ട് പോലും കേന്ദ്ര ഗവൺമെന്റ് കാര്യമായ ഒരു മുന്നൊരുക്കങ്ങളോ ഒരു തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു സന്നാഹങ്ങളോ ഒന്നും ഒരുക്കിയിട്ടുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ അല്ലെങ്കിൽ നേരത്തെ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ ഇന്ധന പ്രതിസന്ധിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇല്ല. അപ്പോൾ അത് തീരുന്നില്ല, തുടങ്ങുന്നതേ ഉള്ളൂ, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള സൂചന നൽകുന്നു. അപ്പോൾ രാജ്യം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രധാന രക്തസാക്ഷികളാകേണ്ടി വരുന്ന ഈ ചെറുപ്പക്കാർ, അവർക്ക് തൊഴിൽ ലഭിക്കാത്തതും അവർ യൂറോപ്പിലേക്കും മറ്റും പഠനത്തിനും തൊഴിൽ തേടിയൊക്കെ പോകേണ്ടി വരുന്നത് നമ്മൾ അനുഭവിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ടാണ്. അതിന് ഉത്തരവാദികൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഈ പ്രശ്നം രാജ്യത്താകെ ബാധകമാണ്, അത് കേരളത്തിനും ബാധകമാണ്. കേരളത്തിനും നമുക്ക് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിന്റെ സാഹചര്യം നമുക്ക് അത് ഇതുമായിട്ട് കൂട്ടില്ല. പക്ഷെ ഇതിൽ ഇപ്പോഴത്തെ ഒരു പ്രധാനം വെച്ചാല് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ, അല്ലേ? അതുപോലെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ അംഗങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന അവരുടെ എണ്ണം ലോകത്തെ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പം പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യാഥാസ്ഥിതികമായ നിലപാടുകളെയൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു തരംഗം അല്ലെങ്കിൽ പുതിയൊരു ഇത് ഉണ്ടായി വരുന്നത് അതൊരു പ്രതിഷേധത്തിന്റെ മുഖമാണ് അത് കാണിക്കുന്നത്. കാരണം BJP പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ ഇടപെടൽ നടത്തി മുന്നേറ്റം ഉണ്ടാക്കിയ പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ഇരട്ടി അക്കൗണ്ട് ഈ CJPക്ക് അംഗങ്ങളായിക്കൊണ്ടിരിക്കുന്നവർ നേടിയെന്ന് പറഞ്ഞു. വേണ്ടത്ര സന്നാഹങ്ങൾ പോലും ആവശ്യമില്ല. അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ രസകരമായ എന്താണ് കോട്ട കേട്ടിട്ട് ഒരു പാറ്റ ഇരിക്കുകയാണ്. അതിനകത്തൊരു സിംബോളിസം ഉണ്ട്. ഈ പാറ്റയുടെ ഒരു പ്രത്യേകത നമുക്കറിയാവുന്ന പോലെ ആണവ വികിരണങ്ങൾ വീണാൽ പോലും അപകടമുണ്ടാക്കാത്ത സ്വഭാവമുള്ള ജീവിയാണ്. ലോകത്തെ ഏറ്റവും അധികം സർവൈവ് ചെയ്തിട്ടുള്ള ജീവിയാണ്. ഏറ്റവും പ്രാചീനവും ആധുനിക കാലത്ത് പോലും സർവൈവ് നിൽക്കുന്ന എല്ലാ പരിണാമ ചക്രങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എത്ര പഴയ ആദ്യകാലത്തെ പാറ്റയാണ് ഓൾഡസ്റ്റ് നേച്ചർ ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് മറ്റു ചില അർത്ഥങ്ങൾ കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇത് ഇവിടുത്തെ യഥാർത്ഥത്തിലെ ഈ നാടിൻ്റെ ഉടമകൾ. ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ അനാരോഗ്യ ഇടപെടലുകളുണ്ട്, അതുകൊണ്ടൊരു പുതിയ മാറ്റം ആവശ്യമാണ്. അപ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ വളരെ പ്രസക്തമാകുമ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ എവിടെ വരെ പോകുന്നുള്ളതാണ് പ്രശ്നം. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. അല്ല, മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ പോലും ഈ രംഗത്ത് പരാജയപ്പെട്ട സ്ഥാനത്താണ് ഈ ചെറുപ്പക്കാർ. വാസ്തവത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ട റോളാണ് ഇവർ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഈ മൊമെന്റത്തെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുമോ? തയ്യാറാകാതെ വന്നാൽ ഒരു പക്ഷേ ഇതിന് നേരിട്ടൊരു രാഷ്ട്രീയ മുഖം, ഗൗരവതരമായ രാഷ്ട്രീയ കൂട്ടായ്മ ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് ഉയർത്തുന്നത് ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യതയാണ്. ആ യാഥാർത്ഥ്യത്തോട് നമ്മുടെ ഭരണകർത്താക്കൾ കാണിക്കുന്ന നിഷേധാത്മക നിലപാടിനുള്ള പ്രതീകാത്മകമായ ഭരണകർത്താക്കൾ മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും, പ്രതിപക്ഷത്താണല്ലോ കൂടുതൽ പാർട്ടികളുള്ളത്, പ്രതിപക്ഷത്തിരിക്കുന്നവർ പോലും ഈ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ചൂണ്ടുപലക കൂടിയാണ്, സൂചന കൂടിയാണ് പ്രസ്ഥാനം. നമുക്ക് അതുകൊണ്ട് തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് തുടർന്ന് കേരളത്തിന്റെ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് ഈ ജൻസി വിപ്ലവം കേരളത്തിൽ എങ്ങനെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം.